ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ അടുത്ത് മുടിവെട്ടാൻ പോയ സമയത്ത് ഒരു പയ്യൻ ഇങ്ങനെ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കഥകൾ ഇങ്ങനെ പറയുകയുണ്ടായി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മാത്രം ഒരു കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മുടെ ഓരോ പ്രവാസികളുടെയും അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രവാസത്തിലോട്ട് വരുന്ന ഓരോ യുവത്വത്തിൻ്റെയും ഒരു കഥ പോലെ എനിക്ക് തോന്നി. അവൻ പറയുണ്ടായി, ചേട്ടാ നാട്ടിലുള്ള സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ വില അറിഞ്ഞില്ല. കാരണം ഞാൻ എൻ്റെ അലക്കാനുള്ള ഡ്രസ്സുകൾ, മെയിനായിട്ട് ജീൻസും അല്ലെങ്കിൽ കാർഗോ പോലുള്ള പാൻറ്റുകളൊക്കെ അമ്മയുടെ കയ്യിൽ അലക്കാനായിട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത സമയത്ത്, അമ്മ അലക്കുന്ന സമയത്ത് അമ്മ പറയുമോ അത്രേ, എടാ നിനക്കൊന്നും ഉളുപ്പില്ലടാ, അല്ലെങ്കിൽ നിൻ്റെ ഇത് അലക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയുമോ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത് അവൻ പറയുമോ അത്രേ, ഈ ഒരു പാൻറ്റ് അലക്കുന്നതിനാണ് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ധിക്കരിക്കും അത്രേ. പക്ഷേ അവനത് മാറ്റി പറയാനൊരു കാരണമുണ്ടായി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് അവനിതൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ആ ഒരു ജീൻസും കാർഗോ ഒക്കെ സത്യം പറഞ്ഞാൽ പിഴിയേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയുടെ വില മനസ്സിലായി എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവന് ഉണ്ടായ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടായ ഒരു ബോധം എത്രത്തോളം. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനിനി ജീൻസൊന്നും വാങ്ങിയിട്ടില്ല, അതിന് ശേഷം പിന്നെ ഞാൻ നോർമൽ പാൻറ്റുകളെ വാങ്ങുന്നുള്ളൂ. കാരണം ഇത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അലക്കാനായിട്ടും അല്ലെങ്കിൽ അത് പിഴിയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവന് മനസ്സിലായി. അതുമാത്രമല്ല, അമ്മയുടെ വില കൂടെ മനസ്സിലായി. അമ്മ ഇത്ര പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുകൂടെ അവന് വ്യക്തമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മാത്രം ഒരു അനുഭവമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ. കാരണം നമ്മുടെ നാട്ടിലുള്ള സമയത്ത് നമുക്കെല്ലാം ഇങ്ങനെ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഇത് എത്രത്തോളം റിസ്ക് ആണോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ അനുഭവത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഉണ്ടായെന്നുള്ളതാണ്. അവന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടായി കാണുമല്ലോ ഇതുപോലൊരു അനുഭവം. നാട്ടിലുള്ള സമയത്ത് നമുക്ക് എല്ലാം ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ നീട്ടിയിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല, ഇങ്ങനെയാണ്, ഇത് ഈസിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെ വന്ന് നമ്മളതൊക്കെ റിയലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിലൂടെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും വില മനസ്സിലാവും. അങ്ങനെ ഒരുപാട് തിരിച്ചറിവ് ഉണ്ടായെന്ന് പറഞ്ഞു, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. നാട്ടിലോട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ, അവൈലബിൾ ആവും തോറും നമ്മുടെ വില ഇല്ലാതാവും എന്നുള്ളൊരു തിരിച്ചറിവ് അവനുണ്ടായെന്ന് മനസ്സിലായി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലോട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എന്നും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു വാല്യൂ ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവരോട് സംസാരിക്കുകയും, അതിപ്പോൾ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, ആരും ആയിക്കോട്ടെ, ഒരു അകലം നല്ലതാണ്. അതും അവൻ ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ പറയുണ്ടായി. കാരണം നമ്മൾ എത്രത്തോളം അവൈലബിൾ ആവുന്നോ അത്രത്തോളം നമ്മൾക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല എന്നും കൂടെ അവൻ സംസാരത്തിൻ്റെ ഇടയിൽ പറയുകയുണ്ടായി. എന്തായാലും ഇത് അവൻ്റെ മാത്രം ഒരു കഥയല്ല, നമ്മുടെ ഓരോ പ്രവാസികളുടെയും കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ. ഓക്കെ, അനുഭവം അല്ലെങ്കിൽ തിരിച്ചറിവുകൾ എല്ലാം നമുക്ക് പ്രവാസത്തിലൂടെ മനസ്സിലാക്കി തന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബായ്.